ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കൊഞ്ച് റോസ്റ്റ് ആണ്. നല്ല ടേസ്റ്റി സിമ്പിൾ ആയിട്ടുള്ള ഒരു കൊഞ്ച് റോസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയൊക്കെയാണ് വേണ്ടത്. നമ്മളൊരു ചീനിച്ചട്ടി വെച്ച് അത് ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച്, എണ്ണ ഒരുപാട് ഒഴിക്കണം എന്നില്ല, കുറച്ച് ഒഴിച്ചാൽ മതി. ഇച്ചിരി കടുകൊക്കെ ഇട്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പില ഇടണം. കറിവേപ്പില ഇട്ട് നല്ലതുപോലെ ഒന്ന് കറിവേപ്പില ക്രിസ്പി പോലെ ആവുന്നതാകുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടണം. അതിട്ട് നല്ലപോലെ വഴറ്റണം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കൊഞ്ച് റോസ്റ്റാണ്. രാവിലെ പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കൊഞ്ച് റോസ്റ്റാണ്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടു, അതൊന്ന് ബ്രൗൺ കളർ ആകുമെന്ന് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റണം. അപ്പോൾ ഇത് ഈ എണ്ണയിലോട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഇറങ്ങും. ഇത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിനി കുറച്ച് പച്ചമുളക് ഇടാം. നമ്മൾ കാന്താരിയാണ് ഇട്ടേക്കുന്നത്. കാന്താരി ഇടുമ്പോൾ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടും. പച്ചമുളക് ഇട്ടാലും മതി. ഇനി നമ്മൾ ഉള്ളി കുറച്ച് ഇടുവാണ്. നമ്മളിവിടെ ഒരു ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, ഒരു വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് കൊഞ്ചേ ഉള്ളൂ. അപ്പം നമ്മുടെ കൊഞ്ചനുസരിച്ച് ഗ്രേവി എന്തും വേണ്ടി വേണോ ആ രീതിയിൽ പച്ചക്കറി എല്ലാം എടുക്കണം. നമ്മളിവിടെ ഒരു ഉള്ളിയും ഒരു വലിയ തക്കാളിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിയെല്ലാം ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റുവാണ്. നമ്മൾ അതുപോലെ കൊഞ്ച് നമ്മളിവിടെ ഫ്രൈ ചെയ്തേക്കുമല്ല, നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നമ്മൾ വേവിച്ച് വെച്ച കൊഞ്ചാണ്. ഇപ്പം നമ്മൾ ഉള്ളിക്കകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഉള്ളി വാടും. സോ നമ്മൾ ആ ഉള്ളിക്ക് വേണ്ടി മാത്രമുള്ള ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് അത് നല്ലതുപോലെ ഇളക്കുവാണ്. അപ്പോഴത്തേക്ക് അത് പെട്ടെന്ന് വാടി ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് സെറ്റായി കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടികളെല്ലാം ചേർക്കാം. നമുക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്രയാണ് നമ്മൾ ചേർക്കുന്നത്. നമുക്ക് മുളക് പൊടി നമ്മുടെ ആവശ്യത്തിന് ചേർത്താൽ മതി, കാരണം ഓൾറെഡി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ഇട്ടു, ഇനി കുരുമുളക് പൊടി നമ്മൾ ചേർക്കും. അപ്പം എരിവ് എന്തും വേണ്ടി വേണോ അതനുസരിച്ച് മുളക് പൊടി ചേർത്താൽ മതി. ഒരുപാട് എരിവ് വേണ്ടവർക്ക് അതനുസരിച്ച് ചേർത്താൽ മതി. ഇതെല്ലാം ഒന്ന് നല്ലപോലെ മൂത്തെല്ലാം വരുമ്പോഴത്തേക്കും നമുക്ക് തക്കാളിക്ക് ഇടാം. നമുക്ക് തക്കാളിക്ക് ഇട്ട് നല്ലൊരു പുളിയുടെ ടേസ്റ്റൊക്കെ തക്കാളിക്ക് ഇടുമ്പോൾ കിട്ടും. തക്കാളിക്ക് ഇട്ട് നല്ലോണം വഴറ്റാം. ഇനി നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മസാലപ്പൊടിയാണ് ഇവിടെ ചേർക്കുന്നത്. അതിനകത്ത് തക്കോലം, ഏലക്ക, ഗ്രാമ്പൂ, കുരുമുളക്, പട്ട, ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ ഇടിച്ചെടുക്കുവാണ്. ഇതിനകത്താണ് നമ്മൾ കുരുമുളകും ചേർത്തിരിക്കുന്നത്. അപ്പം എന്തിനു വേണ്ടി കുരുമുളക് വേണോ അത്രയും കുരുമുളക് ചേർക്കാം. ഇപ്പം നമ്മൾ ഒഴിച്ചത് ആ കൊഞ്ച് വേവിക്കുമ്പോൾ കിട്ടുന്നൊരു സ്റ്റോക്കുണ്ട്, ആ സ്റ്റോക്ക് തന്നെയാണ് ഒഴിച്ചത്. അപ്പോൾ ആ ഗ്രേവിയിൽ കുറച്ചുകൂടെ കൊഞ്ചിൻ്റെ ഫ്ലേവർ എടുത്ത് നിൽക്കും. അപ്പം അത് കുറച്ചുകൂടെ ടേസ്റ്റിയാണ്. അപ്പോൾ ആ സ്റ്റോക്ക് മാത്രം ഒഴിച്ചാൽ മതി, അല്ലാതെ വെള്ളമൊന്നും ചേർക്കണ്ട. ഇനി നമ്മൾ വേവിച്ച് വെച്ച ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ച കൊഞ്ച് ഈ ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അത് നല്ലപോലെ ഇളക്കണം. നമ്മൾ ഇതുവരെ മസാലപ്പൊടി ചേർത്തിട്ടില്ല. നമ്മൾ ആ ഒരു ഫ്രഷ്നെസ് കിട്ടണമെങ്കിൽ ലാസ്റ്റ് ചേർക്കണം. അപ്പോൾ ആ ഒരു മസാലപ്പൊടിയുടെ ഫ്രഷ്നെസ്സും കിട്ടും. അത് ഒരുപാട് മൂത്തും പോത്തില്ല. നമ്മൾ നല്ലപോലെ മിക്സ് ആക്കുവാണ്. നമ്മുടെ ഗ്രേവി കറക്റ്റ് ആയിരുന്നു, അത്രയും കൊഞ്ചിനും അത്രയും മതി. അപ്പോൾ ഓരോരുത്തരും എടുക്കുന്ന കൊഞ്ചിനനുസരിച്ച് വേണം ഓരോരുത്തരുടെ വെജിറ്റബിൾസിൻ്റെ ആ ക്വാണ്ടിറ്റി എടുക്കാൻ. ഇനി നമ്മൾ മസാലപ്പൊടി മുകളിലോട്ട് വിതറി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മളിനി വെള്ളമൊന്നും ഒഴിക്കത്തില്ല, കാരണം ഓൾറെഡി നമ്മൾ സ്റ്റോക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായി കുഴഞ്ഞു പോകും. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മളത് നല്ലപോലെ കുഴയ്ക്കുവാണ്. ഇതൊരു ലൂസായിട്ട് നല്ല ഗ്രേവി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ, നല്ല ഒഴിച്ചുള്ള ഗ്രേവി ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. പക്ഷെ അതിനേക്കാൾ നല്ലത് റോസ്റ്റായിട്ട് എടുക്കുന്നതായിരിക്കും. എങ്ങനെ ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ്. നമ്മൾ നല്ലോണം മിക്സ് ചെയ്യുവാണ്. കാരണം ഓൾറെഡി ഇത് വെന്തതാണ്, കൊഞ്ച് വെന്തതാണ്, നമ്മൾ വേവിച്ചെടുത്തതാണ്. പിന്നെ ഗ്രേവി എല്ലാം ഓൾറെഡി വെന്തതാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം വെക്കുകയൊന്നും വേണ്ട. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി ആ കൊഞ്ചിനകത്തോട്ട് ഇതൊക്കെ ഒന്ന് പിടിക്കാൻ. അല്ലാതെ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി കുറച്ച് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ആ ഉള്ളിക്ക് വേണ്ടിയുള്ള ഉപ്പ് ഇട്ടിട്ടുള്ളൂ. നമ്മൾ കൊഞ്ച് ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതാണ്, എന്നാലും ഒന്ന് ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ കുറച്ചുകൂടി ഉപ്പ് വേണമായിരുന്നു. അപ്പം നമ്മൾ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉപ്പിട്ടതിന് ശേഷം ഇതൊരു 5 മിനിറ്റ് അടച്ച് വെക്കും. എന്നിട്ട് അതും തീ കുറച്ചാണ് നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം, കാരണം പെട്ടെന്ന് കരിഞ്ഞൊന്നും പോകരുത്. ഒരുപാട് സമയമൊന്നും എടുക്കുന്നില്ല. അപ്പോൾ തീ കുറച്ചെല്ലാം ചെയ്താൽ മതി. ഈ 5 മിനിറ്റ് നമ്മൾ തീ കുറച്ച് ഒന്നത് സെറ്റ് ആവാൻ വേണ്ടി അടച്ച് വെക്കും. ഇത് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലത്, ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാൻ നല്ലതാണ്. പെട്ടെന്ന് സ്കൂളിൽ ഇത് മാത്രം മതി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടാൻ. കുഞ്ഞുങ്ങൾക്കാകുമ്പോൾ
ഒരുപാട് എരിയൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ ഫൈനൽ സ്റ്റേജ് ഇങ്ങനെയാണ് കൊഞ്ച് റോസ്റ്റ് കിട്ടുന്നത്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുക.